ഹായ് ഹലോ വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയ ജിതിൻ. വളരെയധികം സന്തോഷത്തോടും അതിനേക്കാളേറെ അഭിമാനത്തോടും കൂടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. നമ്മുടെ കേട്ടറ്റ് 2025 ജൂണിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. 2 ദിവസം മുന്നെയാണ് റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് അത്രയധികം സന്തോഷം നൽകുന്ന ഒരു റിസൾട്ടായിരുന്നു ഇത്തവണ ടീം സൈലം സ്വന്തമാക്കിയിട്ടുള്ളത്. നമ്മുടെ കൂടെ പഠിച്ച് ഏകദേശം ഒരു 75% കുട്ടികൾ ഇത്തവണത്തെ കേട്ടറ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. 250 കുട്ടികളാണ് ഇത്തവണ കേട്ടറ്റ് കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3 എക്സാമുകളിലായിട്ട് വിജയിച്ചിട്ടുള്ളത്. വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു മൊമെൻ്റാണിത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ കൂടെ പഠിച്ചിട്ടുള്ള ഒരുപാട് കുട്ടികളും അത്രയും തന്നെ സന്തോഷത്തിലാണ്. അത്രയും നല്ലൊരു റിസൾട്ട് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. കാരണം അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നു, അതേപോലെ തന്നെ ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നു, കുട്ടികളും നമ്മളോടൊപ്പം തന്നെ പഠിക്കുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള റിസൾട്ടും ഇത്തവണ ടീം സൈലം സ്വന്തമാക്കിയിട്ടുണ്ട്. നമ്മുടെ റിസൾട്ടുകൾ 250 കുട്ടികളാണ് ഇത്തവണ കേട്ടറ്റ് വിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, കേട്ടറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഏതൊരു കുട്ടിയുടെയും അടുത്തൊരു ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ടീച്ചറായിട്ട് കയറുക എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന കേട്ടറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാരും നമുക്കിടയിലുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടായിരിക്കും. അടുത്ത കേട്ടറ്റ് എങ്ങനെ നമുക്ക് ക്ലിയർ ആക്കാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നവരായിരിക്കും ഭൂരിഭാഗം കുട്ടികളും. അതിനോടൊപ്പം തന്നെ ഇത്തവണ കേട്ടറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ള കുട്ടികളുണ്ട്, അല്ലേ? അപ്പോൾ നമ്മുടെ കൂടെ തന്നെ പഠിച്ചിട്ടുള്ള കുറച്ച് കുട്ടികൾക്ക് 1-2 മാർക്കിനാണ് കേട്ടറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ളത്. അപ്പോൾ അവരോടൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യം, ഇത് അവസാനത്തെ കേട്ടറ്റ് അല്ല, അല്ലേ? നമുക്കറിയാം, ഒരു വർഷത്തിൽ 2 തവണ നമുക്ക് കേട്ടറ്റ് എഴുതാനുള്ള അവസരമുണ്ട്. അടുത്ത LP UPക്ക് മുന്നേ നമുക്ക് ഒരു 2 കേട്ടറ്റ് എക്സാം എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഈ ഒരു കേട്ടറ്റ് കഴിഞ്ഞു, ഇത്തവണ എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് എൻ്റെ എല്ലാം അവസാനിച്ചു, എൻ്റെ കരിയർ അവിടെ നിന്നുപോയി എന്നുള്ള രീതിയിൽ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നമുക്ക് ഇനിയും കേട്ടറ്റ് എക്സാം വരുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു കേട്ടറ്റ് എങ്ങനെ നമുക്ക് ക്ലിയർ ആക്കാം എന്നുള്ള രീതിയിൽ, പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ചിന്തിക്കാം. ഇത്തവണ എന്തൊക്കെയോ കാരണം കൊണ്ട് ക്ലിയർ ആക്കാൻ പറ്റിയില്ല, അത് വിട്ടേക്കാം, അല്ലേ? കഴിഞ്ഞ കാര്യം കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് എന്ത് ചെയ്യണ്ട, ഓർത്ത് വിഷമിക്കേണ്ട. അപ്പോൾ എക്സാം കഴിഞ്ഞ് അന്ന് വൈകിട്ടും നമ്മൾ കുട്ടികളോട് പറഞ്ഞൊരു കാര്യമാണ്, കഴിഞ്ഞത് കഴിഞ്ഞു, അല്ലേ? ഇനി എന്താണ് നെക്സ്റ്റ് എന്നുള്ള രീതിയിലാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ കേട്ടറ്റ് ഇത്തവണ ക്വാളിഫൈ ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ള കുട്ടികൾക്കും, അതിനോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന കേട്ടറ്റ്, ഇപ്പോൾ ആദ്യമായിട്ട് കേട്ടറ്റ് എഴുതാൻ പോകുന്ന ഒരുപാട് കുട്ടികളുണ്ടായിരിക്കും, അവർക്കും നല്ലൊരവസരമാണ് ടീം സൈലം ഒരുക്കുന്നത്. നമ്മുടെ കേട്ടറ്റ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോഴ്സുകൾ ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ കഴിഞ്ഞു പോയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ട് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇത്രയും അധികം ക്ലാസ്സുകൾ കഴിഞ്ഞു, അതല്ലെങ്കിൽ സെപ്റ്റംബറിൽ ക്ലാസ് തുടങ്ങിയതല്ലേ, ഇനി ജോയിൻ ചെയ്തിട്ട് കാര്യമുണ്ടോ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഇതുവരെ ഏതൊക്കെ ടോപ്പിക്കാണോ എടുത്ത് തീർന്നിട്ടുള്ളത്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണോ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്, ആ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് ത്രൂ അവൈലബിൾ ആയിരിക്കും. ഇനി അങ്ങോട്ടേക്ക് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാലും നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു വരാൻ പോകുന്ന കേട്ടറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. അടുത്ത നമ്മുടെ കേട്ടറ്റിൻ്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും അതിൽ നമ്മുടെ കൂടെ തന്നെ വിജയത്തിനൊരു ഭാഗമായിട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളോട് എപ്പോഴും പറയുന്നതാണ്. കേട്ടറ്റ് കാറ്റഗറി 1-നും കാറ്റഗറി 2-നും കാറ്റഗറി 3-ക്കും നമ്മൾ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാനാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റഡി പ്ലാനാണ് നമുക്ക് ആവശ്യം, അല്ലേ? നമുക്ക് ചിലപ്പോൾ അറിയാവുന്ന കാര്യങ്ങളായിരിക്കും, പക്ഷേ ഇതേത് രീതിയിൽ നമ്മുടെ കേട്ടറ്റ് സിലബസ് നമ്മൾ കവർ ചെയ്യണം. അതിൽ തന്നെ കോർ ഏരിയാസ് ഉണ്ട്, നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഭാഗങ്ങൾ, ആ ഭാഗങ്ങളാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ റിസൾട്ട് വന്ന സമയത്ത് കുട്ടികൾ പറഞ്ഞൊരു കാര്യമാണ്, അവസാന സമയത്താണ് കോഴ്സ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റിവിഷൻ മാത്രമാണ് അതിൽ കൂടെ സാധിച്ചത്. പക്ഷേ എന്നിരുന്നാലും അവർക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും എന്ത് തന്നെയാണ്, നമുക്ക് ആ ക്വാളിഫൈ ചെയ്യാനുള്ള മാർക്ക് മാത്രം മതി, അല്ലേ? ഇവിടെ ആദ്യം മേടിക്കുന്ന, അല്ലെങ്കിൽ കൂടുതൽ മേടിക്കുന്ന ആൾക്ക് 1-ാം റാങ്ക്, കൂടുതൽ മേടിക്കുന്ന 2-ാം റാങ്ക്, അങ്ങനെയൊന്നും വരുന്നില്ല. നമുക്കതൊരു ക്വാളിഫിക്കേഷൻ എക്സാമാണ്, അത് ക്വാളിഫൈ ചെയ്യണം. അപ്പോൾ അത് ക്വാളിഫൈ ചെയ്യാനായിട്ടുള്ള ആ മാർക്ക് മേടിക്കുക എന്നുള്ളിടത്താണ് നമ്മുടെ വിജയം. അപ്പോൾ ആ ഒരു മാർക്ക് മേടിക്കാനായിട്ടുള്ള എല്ലാവിധ ഫെസിലിറ്റേഷൻസും ടീം സൈലം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ, ഇപ്പോൾ ഇത്തവണത്തെ കേട്ടറ്റ് കഴിഞ്ഞു, അത് കഴിഞ്ഞു, ഓക്കെ, ഇനി നെക്സ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഒട്ടും സമയം വൈകിട്ടില്ല, ഉടനെ തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ കോഴ്സുകൾ പർച്ചേസ് ചെയ്യുക, നമ്മുടെ കൂടെ തന്നെ പഠിച്ചു തുടങ്ങുക. ഇത്രയും നല്ലൊരു റിസൾട്ട് അത് തന്നെയാണ് നമ്മുടെ ഒരു ക്വാളിറ്റി ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വയ്ക്കാനായിട്ടുള്ളത്. ഇനി അതിനോടൊപ്പം തന്നെ പറയാനുള്ള മറ്റൊരു കാര്യമാണ്, നമുക്ക് അടുത്ത വർഷം, അതായത് ഇപ്പോൾ ഒരു ഫെബ്രുവരി മാർച്ചിലായിട്ട് നമുക്ക് അടുത്തൊരു കേട്ടറ്റ് എക്സാം വിളിക്കും. കാരണം
ഇപ്പോൾ കഴിഞ്ഞ കേട്ടൊരു റിസൾട്ട് തന്നെ കുറച്ച് ഡിലേ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്തിട്ടായിരിക്കും അടുത്ത തവണത്തെ നോട്ടിഫിക്കേഷൻ വരുന്നതും എക്സാം നടക്കുന്നതും. ഒട്ടും സമയം കളയാതെ തന്നെ നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക. നമ്മുടെ കൂടെ തന്നെ നിങ്ങൾ ഇനി ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത എക്സാം എല്ലാവർക്കും ക്ലിയർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി വരുന്ന വീഡിയോസിൽ നമ്മുടെ കേട്ടറ്റ് എക്സാമിൻ്റെ അപ്ഡേഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.